ഞാൻ രാവിലെ തന്നെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു. ഷീബോതിയൊന്നും വെക്കില്ല. രാവിലെ വിളക്ക് കത്തിക്കുന്നു. വിളക്ക് കത്തിച്ചു. അന്നത്തെ ദിവസം നല്ലതാകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെ അടുക്കളയിലെ കാര്യങ്ങൾ, ചായയും ബ്രേക്ക്ഫാസ്റ്റും ചോറും കറിയും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണം. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലെ പണികൾ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തുന്നാനുള്ളതൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. എന്തായാലും രാവിലെ ആദ്യം ചെയ്യുക ചായ കുടിക്കുക. എനിക്ക് ചായ ഉണ്ടാക്കി ചായ കുടിച്ചു. അത് എന്നും കുറച്ച് നേരം ഇരുന്ന് ചായ കുടിക്കുള്ളൂ. പണീൻ്റെ ഇടയിൽ കൂടി ഒന്നും ചായ കുടിക്കില്ല. സ്വസ്ഥമായിട്ട് ഇരുന്ന് എന്നും അങ്ങനെയാണ്, അങ്ങനെ ഇരുന്നേ ചായ കുടിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ള കറി മമ്പയറും മത്തനാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെയ്യാണ്. അതിൻ്റെ ഇടയ്ക്ക് ചോറ് അടുപ്പത്തുണ്ട്. ചോറ് കുക്കറിലാണ് വെക്കുക. അപ്പോൾ ചോറ് പെട്ടെന്നാവും. ചോറാകുമ്പോഴേക്ക് കറി വെക്കാനാവും. ഉപ്പേരിക്കുള്ള ഞാൻ തലേന്ന് രാത്രി തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പയറായിരുന്നു. അപ്പോൾ പയർ ഉപ്പേരി വെക്കണം. അപ്പോൾ കറിയും കൂടെ അടുപ്പത്താക്കിയതിന് ശേഷം ഞാൻ തുന്നാനുള്ളത് വന്നിരുന്നു. ഇതെന്നെ ഒരു സുഹൃത്തിന് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അവൾക്കൊരു ഓൺലൈൻ പേജുണ്ട്. അപ്പോൾ അതിലുള്ള ഡ്രസ്സുകളാണ്. അപ്പോൾ അതിന് ഹമ്മിങ്ങും ബട്ടൺ വെക്കലും ചെറിയ ചെറിയ സീക്വൻസ് വെക്കലും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പോൾ 3 ഡ്രസ്സുണ്ട്. അപ്പോൾ അത് ഹമ്മിങ് ചെയ്യാണ്ട്. അപ്പോൾ അതിന് മാച്ചിങ്ങുള്ള നൂലും ഇതൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ ഇരുന്നാൽ അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ബാക്കി പണിയെടുക്കുള്ളൂ. 3 ഡ്രസ്സ് പെട്ടെന്ന് ചെയ്യാണ്. അതിനിടയ്ക്ക് ഇപ്പം മനസ്സിലിങ്ങനെ ആലോചിക്കും, ടൈം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കും. 9 മണിയാകുമ്പോഴേക്കും ഇറങ്ങണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബാക്കി പണികൾ തീർക്കണം. അപ്പോൾ രാവിലെ എണീറ്റ് കുളിക്കുന്നതിന് മുമ്പേ തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വേറെ പണിയൊന്നുമില്ല. അടുക്കളയിലെ പണിയും കൂടെ കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കൂടെ കഴിച്ചാൽ എനിക്ക് പോവാം. അപ്പം കർക്കിടകമായതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഒന്നും കഴിക്കുന്നില്ല. ഉലുവക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കഴിക്കുന്നത്. ദേവുവിനും പുട്ടാണ് ഉണ്ടാക്കിയത്. ഒരുവിധം തുന്നൽ കഴിഞ്ഞു, 2 കഴിഞ്ഞു. അപ്പോൾ തുന്നി കഴിഞ്ഞാൽ അത് നന്നായിട്ട് മടക്കൊന്നുമില്ല, അത് അവൾ മടക്കിക്കോളും. ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് കൊടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ പണികൾ ചെയ്യാൻ.